ചത്ത പച്ച എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഞാൻ ഇപ്പം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയ ഒരു ടൈം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് എന്ത് തോന്നി അഭിപ്രായം വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് ടൈം കിട്ടിയ. ഓക്കെ, അപ്പോൾ ചത്ത പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് എന്ന് ഞാൻ അടിയിലത്തെ ടൈറ്റിൽ ഇപ്പോൾ ഇന്നാണ് ശ്രദ്ധിക്കുന്നത്, അല്ലെ ബുക്ക് ചെയ്യാൻ മിനിങ്ങാന്ന് ബുക്ക് ചെയ്തപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ചത്ത പച്ചയുടെ ഒപ്പം അടിയിൽ ദ റിംഗ് ഓഫ് റൗഡീസ് എന്നും കൂടി ഉണ്ട്. സോ പടം എന്ത് തോന്നി കണ്ടിട്ട്? പടത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലറിൽ ഉണ്ട്, വ്യക്തമാണ്. കുറച്ച് ആൾക്കാർ ഈ നാട്ടുകാരുടെ പരിഹാസമോ ഇതൊക്കെ കേട്ട് ആ ഒരു ലൈഫിൽ പോകുന്ന ആ ടീംസ് ഉണ്ടല്ലോ, ഓക്കെ ജീവിതത്തിൽ രക്ഷപ്പെടണം, നമുക്കൊരു വർക്ക് ചെയ്യാം, ഇത് ചെയ്ത് നോക്കാം, ശ്രമിച്ച് നോക്കാം എന്ന് തിങ്ക് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് അവർ ഒരു റെസ്ലിംഗ് സംഭവം അവരുടെ രീതിയിൽ ചെറിയ സെറ്റപ്പിൽ ഒരു ഗോഡൗൺ പോലത്തെ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതും പിന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പടം. അപ്പോൾ ഫസ്റ്റ് ഹാഫ് അങ്ങനെ ആലോചിച്ച് അവർ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ പോകുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒരു ടിപ്പിക്കൽ സാധനമാണ്. പിന്നെ അതെങ്ങനെ അവതരിപ്പിച്ചു എന്നാണ് കാര്യം. അതിലാണ് ഓഡിയൻസിനെ പിടിച്ചിരുത്തോ ഇല്ലയോ നോക്കുന്നത്. പിന്നെ അവസാനം പടത്തിൻ്റെ ക്ലൈമാക്സിൽ മെയിൻ ആൾ പറഞ്ഞ ക്യാമിയോ ഗസ്റ്റ് റോൾ, അങ്ങനെയാണ് പടം കംപ്ലീറ്റ് ആവുന്നത്. ഇതാണ് അതിന് ബേസിക് ത്രെറ്റ്. എന്ത് തോന്നി പ്ലസ് പോയിന്റ് പടത്തിൽ? എനിക്ക് പ്ലസ് പോയിന്റ് തോന്നിയൊരു കാര്യം പെർഫോമൻസ് പറയാം. വിശാഖ് നായർ ബാക്കി എല്ലാവരും ഇപ്പം നല്ല ഫിസിക്കലി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അർജുൻ അശോകനായാലും പിന്നെ റോഷൻ മാത്യു ആയാലും. അർജുൻ അശോകനെ മുമ്പത്തെ പടം നോക്കി ഇപ്പോഴത്തെ പടം നോക്കി, ഒരു ഫിസിക്കൽ ഡിഫറൻസ് ഈ പടത്തിൽ കാണാൻ പറ്റും. നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ വർക്കിന് വേണ്ടി, ഈ പടത്തിന് വേണ്ടി. ബട്ട് സ്റ്റിൽ പറയാം, വിശാഖ് നായർ കൊണ്ടുപോയി. എനിക്ക് ഭയങ്കര വൈബ് തോന്നിയത് വിശാഖ് നായരുടെ പെർഫോമൻസിലാണ്. മറ്റേ സർപ്പട്ട പരമ്പര എന്ന് പറഞ്ഞ സിനിമയിൽ ഡാൻസിങ് റോസ് ഉണ്ടല്ലോ, ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ആ ടൈമിൽ. അതുപോലെ ഇതിൽ വിശാഖ് നായർ, അയാളുടെ കോസ്റ്റ്യൂം അടക്കം അയാളുടെ പെർഫോമൻസ് കിടിലനായിരുന്നു. ബാക്കി എല്ലാവരും ഓക്കെ നൈസാണ്, ബട്ട് ഇയാളുടെ ഒരു ഓറ വേറെയായി. ഇപ്പം ഞാനന്ന് ദുരന്തർ കാണാൻ പോയിട്ട് രൺവീർ സിംഗിന് വേണ്ടി പോയിട്ട് അക്ഷയ് ഖന്നയുടെ ഒരു ഓറ കണ്ടിട്ട് വന്നൊരു ഐറ്റമാണ് ദുരന്തർ. അതുപോലെ അത് പറയാം, ഇതിലിടുന്ന വിശാഖ് നായരുടെ കോസ്റ്റ്യൂംസ് ആയാലും ഓക്കെ, റിങ്ങിൽ ഇവർ പെർഫോം ചെയ്യുമ്പോൾ കോസ്റ്റ്യൂംസ് ഉണ്ട്. അതല്ലാണ്ട് ഇതിൽ ഇവരുടെ റിയാലിറ്റിയിലുള്ള ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ റിയൽ ലൈഫിൽ, ഈ പടത്തിലുള്ള റിയൽ ലൈഫിൽ ബാക്കി എല്ലാവരും ഇടുന്ന പോലത്തെ ഒരു കോസ്റ്റ്യൂം അല്ല. ഒരു വിൻറ്റേജ് പൂക്കി വേഷം ആണ് വിശാഖ് നായരുടെ ക്യാരക്ടർ. ചെറിയാൻ എന്ന ക്യാരക്ടർ കിടിലനായിട്ടാണ് ചെയ്തേക്കുന്നത്. രസമാണ്. ലാസ്റ്റൊക്കെ ഫൈറ്റ് എന്ന് പറയുന്നത് ഇയാൾ ഇടിച്ചിടുന്നിട്ട് കുറച്ച് പോസൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഡാൻസിങ് റോസ്, എനിക്ക് അതാ ഡാൻസിങ് റോസിന് ഓർമ്മ വന്നത്. ഞാൻ പെട്ടെന്ന് ഡാൻസിങ് റോസിനെ കുറിച്ച് പറയാൻ കാരണമാണ് വിശാഖ് നായരുടെ ഓറ. എനിക്ക് പേഴ്സണലി ഈ പടം പുള്ളിക്കാരുടെ കണ്ടിരിക്കാൻ തോന്നി. രസമായിരുന്നു. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വിശാഖ് നായർ കിടിലായിരുന്നു. പിന്നെ മ്യൂസിക് ചെയ്തേക്കുന്ന ശങ്കർ ഇഷാൻ ആൻഡ് ലോയ്, 3 പേരടങ്ങുന്ന ഒരു ടീമാണ് അവർ. അവരുടെ ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു മലയാളത്തിൽ വന്ന് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫിലിം കണ്ടു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ വിചാരിച്ചേക്കുന്ന മ്യൂസിക് മൊത്തം ഇവരാ ചെയ്യുന്നതെന്ന്. പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്ന മുജീബ് മജീദ് എന്ന് പറഞ്ഞ ആളാണ്. പുള്ളിക്കാരൻ ഈ പടം ചെയ്തത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് കളങ്കാവിൽ, എക്കോ, രേഖാചിത്രം, കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ വരുമ്പോൾ മ്യൂസിക്കിൻ്റെ ഒരു എലിവേഷൻ ഉണ്ട് മോനെ. ഫേവറേറ്റാണ് കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പുള്ളിക്കാരൻ മുജീബ് മജീദ് എന്ന ആളുടെ പേര്, അയാളാണ് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത്. സോങ്സ് ആണ് ശങ്കർ ഇഷാൻ ലോയ്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശങ്കർ ഇഷാൻ ലോയ് അല്ല ചെയ്തേക്കുന്നത്. ഞാൻ അവരാണ് ചെയ്തേക്കുന്നതെന്ന് വിചാരിച്ചത്. ഇന്ന് പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ വ്യക്തിയാണ് ചെയ്തേക്കുന്നതെന്ന്. സോങ്സുകൾ നല്ലതായിരുന്നു. എനിക്ക് എൻ്റെ ഇതിൽ പടത്തിലെ പാട്ടുകൾ ഏറ്റവും ആദ്യം ഇപ്പോൾ സിംഗിളൊക്കെ ഇറക്കിയല്ലോ, ടൈറ്റിൽ ട്രാക്കും അഡ്ര മച്ച അങ്ങനത്തെ ഒരു ട്രാക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് എനിക്ക് വർക്കായിരുന്നില്ല പാട്ടുകൾ. എനിക്ക് തോന്നിയോ ശങ്കർ ഇഷാൻ ലോയ് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ബട്ട് തിയേറ്ററിൽ പടം കണ്ടപ്പോൾ സോങ്സ് വന്നപ്പോൾ സെറ്റായിരുന്നു. അതൊരു പക്ഷേ വിഷ്വലും കൂടി കിട്ടിയ കൊണ്ടാവാം ആ സിറ്റുവേഷൻ അനുസരിച്ച് പോകുന്നതും അതനുസരിച്ച് പാട്ട് വരുമ്പോൾ വർക്കായിരുന്നു. പാട്ടുകളൊക്കെ സെറ്റായിരുന്നു, ഓക്കെ ആയിരുന്നു. ബട്ട് അതിന് മുമ്പ് സിംഗിളൊക്കെ കേട്ട ടൈമിൽ സിംഗിളായിട്ട് പാട്ടുകൾ യൂട്യൂബിൽ ഇറക്കിയല്ലോ, ടി സീരീസാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി വർക്കായില്ല, പാട്ടുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിചാരിച്ചു ശങ്കർ ഇഷാൻ ലോയ് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. പകരം വിഷ്ണു വിജയനെ വെച്ച് മ്യൂസിക് ചെയ്താൽ സെറ്റാണ്. വിഷ്ണു വിജയനെ വെച്ച് ഇങ്ങനത്തെ പടങ്ങൾക്കൊക്കെ മ്യൂസിക് ചെയ്താൽ കിടിലനാണ്. ഉദാഹരണത്തിന് തല്ലുമാല. ബട്ട് തിയേറ്ററിൽ പടം കണ്ടപ്പോൾ സോങ്സൊക്കെ വർക്കായിരുന്നു, അങ്ങനെ നെഗായിട്ട് തോന്നിയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലനായിരുന്നു. അത് സെപ്പറേറ്റ് വേറെ വ്യക്തിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ മമ്മൂക്കയുടെ കേസാണ്. ആക്ച്വലി ഈ പടത്തിന് ഓഡിയൻസിനെ പുള്ളയാനുള്ള സംഭവങ്ങളുണ്ട്. അത് ടെക്നിക്കൽ പരമായാലും ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആയാലും ഉണ്ട്.
പിന്നെ നമ്മൾ നല്ലൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം ചെറിയ പൊടിക്കൈകൾ ഇടുന്നു പറയില്ലേ, അതുപോലെ മമ്മൂക്കേനെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഈ പടം കാണാൻ ഓഡിയൻസ് ഉണ്ടാവും, പ്ലസ് മമ്മൂക്കയും കൂടി ഉണ്ടാവുകൊണ്ട് ആ ഒരു രീതിയിലൊരു ഫാൻസുകാരും അതിന് വേണ്ടി വരില്ലേ, അങ്ങനെയാണ് മമ്മൂക്കേനെ യൂസ് ചെയ്തേക്കുന്നത്. എനിക്കത് വേണ്ടായിരുന്നു തോന്നും. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് ഇവരെ വെച്ച് തന്നെ പടം പോവാം, നല്ല രീതിയിൽ പോയായിരുന്നു. പിന്നെ പറഞ്ഞ പൊടിക്കൈകൾ എന്ന രീതിയിലാണ് മമ്മൂക്കേനെ കൊണ്ടുവന്നേക്കുന്നത്. ബട്ട് അത് അവോയ്ഡബിൾ ആണ് ശരിക്കും. ഒരു ഹൈപ്പ് ആവാം, സ്ട്രാറ്റജി ആവാം, ബട്ട് അതില്ലെങ്കിലും സെറ്റായി പോയേനെ. പിന്നെ മമ്മൂക്കയ്ക്കുള്ള ഗസ്റ്റ് റോൾ കുറച്ച് സീൻസ് ഉള്ളൂ, ക്ലൈമാക്സ് എടുക്കുമ്പോൾ വരും, പിന്നെ കുറച്ച് ഫൈറ്റ് സീനും അങ്ങനെയായിട്ടാണ് പോകുന്നത്. അപ്പോൾ മമ്മൂക്കയ്ക്ക് പിന്നെ എനിക്ക് അതങ്ങനെ തോന്നുള്ളൂ, അതില്ലാണ്ടും പടം കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അത് അവരുടെ ഒരു സ്ട്രാറ്റജി ആവാം, ഇക്കേനെ കൊണ്ടുവന്ന ആ രീതിയിലും പിന്നെയും ഓഡിയൻസിനെ പുൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറെ പടങ്ങളൊന്നുമില്ല. നാളെ ഇറങ്ങുന്നത് ബേബി ഗേളും മാജിക് മഷ്റൂംസൊക്കെ. ബട്ട് ഐ തിങ്ക് എനിക്ക് പേഴ്സണലി എൻ്റെ ട്രെയിലർ കണ്ടിട്ട് വർക്കായില്ല ആ 2 പടങ്ങളുടെ. ബട്ട് ട്രെയിലർ കണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ, പടം വന്നു കഴിഞ്ഞാൽ വേറെ ആയിരിക്കാം റിസൾട്ട്. ബട്ട് ഒരു വർത്ത് വാച്ചിങ് ആയിരുന്നു ഈ പടം. എനിക്ക് നെഗറ്റീവ് തോന്നിയൊരു കാര്യം ഞാൻ പറയാം, അത് പടത്തിൻ്റെ ഒരു ഇതായിട്ടല്ല. ഈ പടം അവർക്ക് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിൽ ഇറക്കായിരുന്നു. കാരണം ഡിസ്ട്രിബ്യൂഷൻ നോക്ക്, ധർമ്മ പ്രൊഡക്ഷൻ ഉണ്ട്, PVR INOX ആണ് കന്നഡയിൽ ചെയ്യുന്ന, ഹിന്ദിയിൽ ധർമ്മ പ്രൊഡക്ഷൻ, മലയാളത്തിൽ ദുൽഖറിൻ്റെ വേഫെയറർ ഫിലിംസ് ചെയ്യുന്നത്. മ്യൂസിക് ടി സീരീസാണെന്ന് തോന്നുന്നു മ്യൂസിക്. ശങ്കർ ഷാൻഡോയി മ്യൂസിക് ചെയ്യുന്നു, അവരുടെ മലയാളത്തിലെ സ്റ്റാർട്ടിങ് എല്ലാം കൊണ്ടും കിടിലനാണ്. അതുകൊണ്ട് പടം ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിൽ ഇറക്കും എന്ന് എക്സ്പെക്ട് ചെയ്തു ഞാൻ. അപ്പോൾ ഞാൻ പോയി കോയമ്പത്തൂർ ബ്രോഡ്വേ എപ്പിക് സ്ക്രീനിൽ കാണാമെന്ന് വിചാരിച്ചു. ഫ്ലാറ്റ് ആസ്പെക്റ്റ് ആയിട്ടുള്ള സ്ക്രീനുകളുണ്ട്, എപ്പിക്കും PXL അങ്ങനത്തെ സ്ക്രീനുകൾ ട്രൈ ചെയ്യാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് പിന്നീട് മനസ്സിലായ പടം അനമോർഫിക് ലെൻസിലാണ് എടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ എപ്പിക് പോലത്തെ സ്ക്രീനിൽ കണ്ടാലും ബ്ലാക്ക് ബാർസ് ഉണ്ടാവും, ചക്കൊക്കെ ഉണ്ടാവും ബ്ലാക്ക് ബാർസ്, വലിയ രീതിയിൽ ബ്ലാക്ക് ബാർസ് കാണാം. ഇപ്പോൾ ഞാൻ കണ്ടത് PVR ലുലു സ്ക്രീൻ 6 എടപ്പള്ളി ലുലുവിലെ സ്ക്രീൻ 6. ഇവിടെ എൻ്റെ ഫേവറേറ്റ് സ്ക്രീനുകളിൽ ഒന്നാണ്. 4K ലേസർ പ്രൊജക്ഷൻ ആണ്, ഡോൾബി അറ്റ്മോസ് ആണ്. ഇതിൽ കണ്ടിട്ടും ചെറിയ രീതിയിൽ ബ്ലാക്ക് ബാർസ് ഉണ്ടായി, കാരണം അനമോർഫിക് ലെൻസിലാണ് പടം എടുത്തേക്കുന്നത്. അവർക്ക് ആക്ച്വലി ഫ്ലാറ്റിൽ എടുക്കായിരുന്നു, എന്നിട്ട് സെപ്പറേറ്റ് സ്കോപ്പ് വേർഷൻ കൊടുത്താൽ മതി സ്കോപ്പായിട്ടുള്ള സ്ക്രീനുകൾക്ക്. പിന്നെ ഈ പറഞ്ഞ പോലത്തെ പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീനുകളായിട്ടുള്ള എപ്പിക്കിനും PXL ബിഗ് പിക്സിനൊക്കെ വേണ്ടി ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയുള്ള കോണ്ടന്റ് കൊടുക്കായിരുന്നു. എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഇതാ, ഞാൻ ഫ്ലാറ്റിൽ കാണാനാണ് വിചാരിച്ചത്, ഫ്ലാറ്റ് ആസ്പെക്റ്റിൽ നിന്ന് കാണാനാണ് വിചാരിച്ചത്, എപ്പിക് സ്ക്രീനിൽ നിന്ന്. എന്തായാലും പടം വേർത്താണ്, അപ്പോൾ പിന്നെ അങ്ങനെ കാണുമ്പോൾ സെറ്റായിരുന്നു. ബട്ട് ഇങ്ങനെയാണ് പടം അവർ ഇറക്കിയത്, ഫ്ലാറ്റിൽ ഇറക്കിയില്ല. ആ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, കിട്ടുന്നില്ല. റേഷ്യോ ഒരു ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. പിന്നെ എനിക്ക് വേറെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇതായിരുന്നു പടം. എനിക്ക് വിശാഖ് നായരുടെ ക്യാരക്ടർ കിടിലനായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഓറ, അയാൾ തന്നൊരു ഓറയുണ്ട്, വേറൊരു ക്യാരക്ടേഴ്സും തന്നിട്ടില്ല. എനർജറ്റിക് പെർഫോമൻസ് ഉണ്ട്, ബട്ട് ഓറ എന്നൊരു വൈബ് ഫീൽ ചെയ്തത് ആ പ്രസൻസിലുണ്ട്. അത് ഈ പടത്തിൽ വിശാഖ് നായർ കൊണ്ടുപോയി. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതായിരുന്നു എനിക്ക് ചത്താപ്പച്ച എന്ന സിനിമ. വർത്ത് വാച്ചിങ് ആയിരുന്നു. അയ്യോ കിടിലൻ പടം, ടോപ്പ് പടം എന്നല്ല, ഫ്രണ്ട്സായിട്ട് പോയി കണ്ടാൽ എൻജോയ് ചെയ്യാം. ഞാൻ തനിച്ചാണ് കണ്ടത്, ഫസ്റ്റ് ഷോ പോയി കണ്ടു. ഞാൻ പൊതുവേ റിവ്യൂസൊക്കെ ഇറങ്ങിയിട്ടാണ് കാണാൻ പോകാറ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും നഷ്ടം വന്നില്ല, വേർത്തായിരുന്നു, കണ്ടിരിക്കുക, ഒരു നല്ല സിനിമ.